കൂറുമാറ്റം ഭയന്ന് എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ CPM കൌൺസിലറെ CPM തന്നെ തട്ടിക്കൊണ്ടുപോയതായി ആരോപണം. കൌൺസിലർ കലാരാജുവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. LDF ഭരണസമിതിക്കെതിരായ അവിശ്വാസം ചർച്ച ചെയ്യാനിരിക്കെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനിടെ കലാരാജുവിനെ പിന്നീട് കണ്ടെത്തി. പോലീസ് നോക്കി നിൽക്കെ UDFന് അനുകൂലമായി നിന്ന CPM കൌൺസിലറെ സംഭവസ്ഥലത്ത് നിന്നും LDF തട്ടിക്കൊണ്ടുപോയെന്നാണ് പരാതി. തട്ടിക്കൊണ്ടുപോയത് ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനത്തിലാണെന്നും പറയുന്നു. കൂത്താട്ടുകുളം നഗരസഭാ അധ്യക്ഷ വിജയ ശിവൻ, വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെ UDF നൽകിയ അവിശ്വാസ പ്രമേയമാണ് ചർച്ച ചെയ്യാനിരുന്നത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ UDF കൌൺസിലർമാർക്ക് പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയെങ്കിലും സംഘർഷത്തിൽ കലാശിച്ചു. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഭരണസമിതിയിൽ 25 കൌൺസിലർമാരാണുള്ളത്. LDF 13, UDF 11, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. പോലീസ് സംരക്ഷണം ഒരുക്കിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് UDF കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. അതേസമയം തട്ടിക്കൊണ്ടുപോകലിനെതിരെ കൌൺസിലർ കലാരാജുവിന്റെ മകൾ ലക്ഷ്മി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. പ്രതിഷേധം തുടരുന്നതിനിടെ കലാരാജു CPM ഏരിയ കമ്മിറ്റി ഓഫീസിലുണ്ടെന്ന വാർത്ത പരന്നു. പോലീസ് ഇവിടെ പരിശോധനയ്ക്കായി എത്തി. ഇതിനിടെ കലാരാജുവിനെ കൂത്താട്ടുകുളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ CPM പ്രവർത്തകർ തന്നെ എത്തിച്ചു. കലാരാജുവിന്റെ മകൾ നൽകിയ പരാതിയിൽ നഗരസഭാ ചെയർമാനും വൈസ് ചെയർമാനും CPM നേതാക്കളും ഉൾപ്പെടെ 45ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. News 18 കൊച്ചി.